ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എന്നിൽ പല കുറ്റങ്ങളും കുറവുകളും കാണും എന്ന് പലരും പറയാറുണ്ട്. നമ്മുടെ ഉള്ളിലെ അനന്തമായ ശക്തിയെക്കുറിച്ചും നമ്മിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെക്കുറിച്ചുമുള്ള അജ്ഞതയാണ് ഇങ്ങനെ പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ആ അജ്ഞത കാരണം നമ്മൾ ദുഃഖത്തിൽ ജനിച്ച്, ദുഃഖത്തിൽ ജീവിച്ച്, ദുഃഖത്തിൽ തന്നെ മരിക്കുന്നു. ജീവിതകാലം അത്രയും അനാരോഗ്യവും രോഗങ്ങളും മാനസിക പിരിമുറുക്കവും നമ്മെ വേട്ടയാടുന്നു. എന്നാൽ അവനവനെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം നേടുകയും ആരോഗ്യപൂർണമായ ഒരു ശരീരവും മനസ്സും കാത്തു സൂക്ഷിക്കാനുള്ള ചിട്ടകൾ പാലിക്കുകയും ചെയ്താൽ എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്യാനാകും. സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതം പടുത്തുയർത്താനും നമുക്ക് കഴിയും. അതിനുള്ള മാർഗമാണ് യോഗ. യോഗ അഭ്യാസനത്തിലൂടെ നമ്മളിലെ അനന്തശക്തിയെ ഉണർത്താനും പരമമായ ശാന്തിയെ സാക്ഷാത്കരിക്കാനും സാധിക്കും. യോഗ എന്നത് വിവിധ ആസനങ്ങൾ ചിട്ടയോടെ പരിശീലിച്ച് സ്വായത്തമാക്കുന്നത് മാത്രമല്ല, അതിലുപരി നമ്മുടെ മനസ്സിൻ്റെയും ചിന്തകളുടെയും മേൽ നിയന്ത്രണം നേടുന്നതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ യോഗ അഭ്യസിക്കുന്നവരിൽ പലരും ശാരീരികമായ വ്യായാമങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മഹത്തായ യോഗാശാസ്ത്രത്തെ തുച്ഛമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. വീട്ടിലെ വരവ് ചെലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് പോലെയാണിത്. നമ്മൾ യോഗ ചെയ്യുകയല്ല, യോഗയിൽ ജീവിക്കുകയാണ് വേണ്ടത്. ശരീരത്തിന് മാത്രമല്ല, മനസ്സിനെയും പ്രാണനെയും നമ്മുടെ വരുതിയിൽ വരുത്താൻ കഴിയണം. ആസനം, പ്രാണായാമം, ധ്യാനം തുടങ്ങിയവ ചിട്ടയോടെ അഭ്യസിക്കുന്നതിലൂടെ ഇത് സാധിക്കും. ഏത് ജീവിത സാഹചര്യത്തെയും സമചിത്തതയോടെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയും. യോഗ പരിശീലനത്തിന് സഹായകമായ വിധത്തിൽ നമ്മുടെ ശരീര മനസ്സുകളെ തയ്യാറാക്കുക എന്നതാണ് ഇതിൻ്റെ ആദ്യപടി. ഒരു മരപ്പണിക്കാരൻ പണി തുടങ്ങുന്നതിന് മുൻപായി ആദ്യം തൻ്റെ പണിയായുധങ്ങൾ മൂർച്ച കൂട്ടും. അവയ്ക്കു വേണ്ടത്ര മൂർച്ചയില്ലെങ്കിൽ ജോലിയെ അത് പ്രതികൂലമായി ബാധിക്കും. ഇതുപോലെ യോഗാഭ്യാസനത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കാൻ യോഗാശാസ്ത്രത്തിൽ പറയുന്ന യമ നിയമങ്ങൾ കൂടി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് യമനിയമങ്ങൾ. ഒരു രോഗിയുടെ അസുഖം ഭേദമാക്കാൻ അയാൾ മരുന്ന് കഴിക്കുന്നതോടൊപ്പം പഥ്യവും ശീലിക്കേണ്ടതുണ്ട്. പഥ്യം പാലിച്ചില്ലെങ്കിൽ മരുന്നിൻ്റെ മുഴുവൻ പ്രയോജനവും കിട്ടില്ല. അതുപോലെ യോഗ അഭ്യസിക്കുന്ന ഒരാൾ പാലിക്കേണ്ട ചിട്ടകളാണ് യമനിയമങ്ങൾ. യമനിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലൂടെ മനോമാലിന്യങ്ങൾ അകന്ന് ചിത്തം ശുദ്ധമാകും. അങ്ങനെ മനസ്സ് യോഗാനുഷ്ഠാനത്തിനും ധ്യാനത്തിനും അനുകൂലമായി തീരും. ക്രമേണ മനസ്സിനെ പൂർണ്ണമായും സ്വാധീനമാക്കാനും പ്രകൃതി ഗുണങ്ങളെ അതിക്രമിച്ച് പരമമായ ശാന്തിയെ സാക്ഷാത്കരിക്കാനും കഴിയും. ജീവിത വിജയത്തിനും ആത്മീയ ഉന്നതിക്കും ഒരുപോലെ സഹായകമായ യോഗ ലോകജനതയുടെ സൗഖ്യത്തിനും ലോകശാന്തിക്കും ഉപകരിക്കുമെന്നതിൽ സംശയമില്ല. മനുഷ്യരാശിക്ക് നന്മ വരുത്തുന്ന ഈ മഹത്തായ വിദ്യയുടെ പ്രചാരം നമ്മൾ ഇനിയും മുന്നേറ്റു പോകേണ്ടതുണ്ട്. യോഗയുടെ ഗുണഫലങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ അന്താരാഷ്ട്ര യോഗാ ദിനം പോലുള്ള സംരംഭങ്ങൾ തീർച്ചയായും സഹായിക്കും. പ്രാചീന ഭാരതത്തിലെ ഋഷിവര്യന്മാർ മനുഷ്യരാശിക്കു നൽകിയ ഈ അമൂല്യ സമ്പത്ത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും കഴിയട്ടെ.